രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചാപ്റ്റർ 2-ലാണ് രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 3 മുതൽ 15 വരെയും റൂള് 3 മുതൽ 15 വരെയുമാണ്. സെക്ഷൻ 3 രജിസ്ട്രാർ, സെക്ഷൻ 4 സൊസൈറ്റി വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഏത് ടൈപ്പ് സൊസൈറ്റീസാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 4. ഒരു സൊസൈറ്റിയുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, അതല്ല എങ്കിൽ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സൊസൈറ്റീസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. എക്കണോമിക്കലി അൺസൗണ്ട് ആയിട്ടുള്ള സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയില്ല. ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ അഡ്വേഴ്സ് എഫക്റ്റിൽ ബാധിക്കുന്ന സൊസൈറ്റീസിനെയും രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയില്ല. സെക്ഷൻ 5-ൽ പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയിൽ മാത്രമാണ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ആക്ട് വരുന്നതിന് മുമ്പ് അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ കണ്ടിന്യൂ ചെയ്തിരുന്ന സൊസൈറ്റീസിന് അങ്ങനെ തന്നെ തുടരാവുന്നതാണ്. സെക്ഷൻ 5 സബ്സെക്ഷൻ 2-ൽ പറയുന്നത് ലിമിറ്റഡ് അല്ല എങ്കിൽ അതിന് ഈക്വലായിട്ട് ഇന്ത്യൻ ലാംഗ്വേജിലെ വേർഡ് ഒരു സൊസൈറ്റിയുടെ പേരിൻ്റെ ലാസ്റ്റ് വേർഡായിട്ട് ആഡ് ചെയ്തിരിക്കണം.